ലളിതേ, ഓ ഒരു ചായ തരുമോ? ആശ നിങ്ങക്ക് തന്നില്ലായിരുന്നോ ചായ? എടി സത്യം പറഞ്ഞാലേ, ആശ ഉണ്ടാക്കുന്ന ചായ ഒരു കാശിനും കൊള്ളൂല. നിന്റെ അപ്പൊ നല്ല ബെസ്റ്റ് ചായയാ. ഇത് തന്നെയല്ലേ നിങ്ങൾ ആശയോടും പറയാറുള്ളേ? എന്ത്? എന്റെ ചായക്കാളും നല്ല അവളുടെ ചായ. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാനും ഈ വീട്ടിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഓഹോ അങ്ങനെ. എവിടെയായിരുന്നു ഇത്ര നേരം? ഓഹ് ഒന്നും പറയണ്ട, ഒരു ഫോൺ കോളായിരുന്നു. നമ്മളെ നെറ്റിപ്പറമ്പിൽ പീതാംബരനെ. അവൻ വിളിച്ച് അവനെന്തോ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടക്കണം, അങ്ങോട്ടൊന്ന് ചെല്ലാൻ. അയ്യോ, എന്നിട്ട് നിങ്ങൾ എന്താ പോവാത്തെ? ശരി, അതൊക്കെ അവന്റെ സ്ഥിരം നമ്പരാ. ആശുപത്രിയിലെന്ന് പറഞ്ഞാലേ എല്ലാരും ആപ്പിൾ ഓറഞ്ചും ഒക്കെ കൊണ്ട് ചെല്ലൂല. പിന്നെ ഓറഞ്ചും ആപ്പിളും കഴിക്കാനായിട്ട് ആരെങ്കിലും പോയി ആശുപത്രി കിടക്കൂ? അയ്യോ, അവൻ ആദ്യം ചെയ്യാൻ അതിന്റെ അപ്പുറം ചെയ്യും. അതാണ് നെറ്റിപ്പറമ്പിൽ പീതാംബരൻ. നിങ്ങളുടെ അല്ലേ ഫ്രണ്ട്, അതല്ല അതിനപ്പുറം ചെയ്യും. അതെ, എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട കേട്ടാ. എന്നെക്കാളും ഫ്രണ്ട്ഷിപ്പ് അവന് ശങ്കുണ്ണി ചേട്ടനുമായിട്ടാ. എന്നിട്ട് ചേട്ടൻ പോയായിരുന്നോ? അതല്ലേ രസം. ചേട്ടന് പോവാൻ വയ്യ, പെടലി വേദനയാണെന്ന് പറഞ്ഞാൽ അതെന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ എന്നാ പറഞ്ഞു? എന്റെ എടി പൈൻകൂസിങ്ങനെ ഇരിക്കുമ്പോ പോവാൻ പറ്റുമോ? ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. ചേട്ടൻ ഇനിയും വിളിച്ച് നിങ്ങളെ നിർബന്ധിച്ച എന്തേ? നിർബന്ധിച്ചാൽ ഞാൻ പറ്റൂല എന്ന് തന്നെ തീർത്തു പറയും. ഏതായാലും വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ, ഒന്ന് പോയി കണ്ടിട്ട് വന്നേ. അയ്യടാ, അങ്ങനെ എന്റെ കാശ് കൊണ്ട് അവൻ ആപ്പിൾ ഓറഞ്ചൊന്നും ഇപ്പം തിന്നണ്ട. എടി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു നാരങ്ങ മിഠായി പോലും വാങ്ങിച്ചു തരാത്ത പിശുക്കനാണ് അവൻ. ആ നാരങ്ങ മുട്ടയുടെ കണക്കാണോ നിങ്ങളിപ്പോ തീർക്കുന്നേ? ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. നല്ല പ്രതികാരം. ചായ തന്നില്ല. ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇരിക്കല്ലേ, എന്നാ കത്തി പിടിക്കുക, അതിന്റെ തൊലി ഒന്ന് പൊളിച്ചതാ. അല്ല, ചായ തന്നില്ല. ചായ തരാം, ഇതൊന്ന് കഴിയട്ടെ. നീ അങ്ങോട്ട് കൈയൊക്കെ വീശി നടാ, ഇങ്ങനെ അങ്ങോട്ട് നടാ. പിന്നെ നടയാൻ ഒരു 10 മിനിറ്റ് പോലും ആയില്ലെന്ന്. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, ഇതുകൂടെ ഉള്ളത് അവിടം വരെ നിർത്തി. ആരോഗ്യമുള്ള അമ്മയ്ക്ക് ആരോഗ്യമുള്ള കുഞ്ഞ് എനിക്കുള്ള നിനക്കറിയാമോ? എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങളൊന്ന് നോക്കിയതാ കണ്ട. അത് ബാക്കിയുള്ളവർക്കൂടെ തോന്നണ്ടേ? അതല്ലേ എന്താ അങ്ങനെ ഒരു ടോക്ക്? എടി നിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കണില്ലെന്നാണ് നിന്റെ ആങ്ങളമാര് പറയണത്, അറിയാമോ? അതൊരു രീതി സത്യല്ലേ. അന്ന് വർത്താനടി, അവനെന്തോ നിന്നെ നോക്കാത്ത? നല്ലോണം നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്ന് ജോയ് രേജി അങ്ങോട്ട്. അതെ, ഞാൻ പറഞ്ഞുതരാം. അമ്മച്ചി, എന്റെ പൊന്ന് നാട്ടു, നമ്മളെ നല്ല പോലെ നോക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ നടത്തി തരാന്നാണ്. മനസ്സിലായി എങ്ങോട്ടാണ് പോണേന്ന്. ഇന്നലത്തെ ഒരു കാര്യം പറഞ്ഞോണ്ട് അത് നടക്കൂല. എന്ത് കാര്യം? ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതിനു മുമ്പ് തോക്കി കയറി വെടിവെക്കുന്ന എന്തിനാ? കണ്ട അത്രയും പുച്ച വാങ്ങ്, എന്നിട്ട് നല്ല പോലെ നോക്കിന്ന്. നാത്തൂന് ഞാൻ കാണിച്ചു തരാം. നാത്തു എന്നിട്ട് പറ. കണ്ട ഗർഭിണിയായിട്ട് ഡാൻസ് കളിക്കുന്നേ, കൂടെ കണ്ട ഭർത്താവും കളിക്കുന്നേ. ഇവക്ക് അതുപോലെ ഡാൻസ് കളിക്കണോ? അയ്യോ, അതുപോലെ നിനക്ക് ഭയങ്കര റിസ്ക് അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ അങ്ങനല്ല, എനിക്കൊരു റിസ്കും ഇല്ലാതെ ഞാൻ കളിക്കാൻ. ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര നേരം നടത്തിയില്ലേ? നിന്റെ കൂടെ ഡാൻസ് വല്ലതും കളിക്കണമല്ലോ നിന്റെ ആങ്ങളമാര് കണ്ടോണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാതിരിക്കണം അവർ രണ്ടും കൂടെ എന്റെ നെഞ്ചത്തോട്ട് കയറാൻ. ചുമ്മാ എന്റെ ആങ്ങളമാരെ പറയരുത് കേട്ടോ, അവർക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി. നാത്തു എന്റെ കൂടെ +2 പഠിച്ച പെങ്കൊച്ചാ. ഇവൾ ഇത് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് എന്തോരം ലൈക്ക് ആയിരുന്നെന്നറിയോ? വെറുതെ എന്തിനാ എന്റെ ഒരു ഗർഭകാലഘട്ടം വേസ്റ്റ് ആക്കി കളയണേ? അങ്ങനെയല്ല, നിനക്കൊരു ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ വെറുതെ ദേഹം അനങ്ങി കഴിഞ്ഞാൽ കേടായിരിക്കും. എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ. ഞാൻ ആ കിടക്കുന്ന പേപ്പർ എടുത്ത് കാണിച്ചു തരാം, അപ്പൊ നാത്തൂന് മനസ്സിലാവില്ല എനിക്ക് ആയാസമില്ലാതെ ചെയ്യാൻ പറ്റും. നീ എന്തോന്നടി കാണിക്കുന്നത്? പിടിക്കണ്ട, ഞാൻ എടുത്തോളാം. എന്റെ ഭയങ്കര ഓരോന്ന് കാണിക്കുന്നത് നേരെ ഇത് എടുക്കട്ടാ. ആര് നീ നോയിക്കൊണ്ടിരിക്കണം. നീ അവള് വീണൊന്നുമില്ല. ഇല്ല, വീണില്ല അവള്. ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ അവിടെ. ചേട്ടാ, ഞാൻ വീണില്ല. കൈ കെട്ടി നോക്കി ചിരിച്ചോണ്ടിരിക്കണം. അല്ലാതെ നീ പിടിക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാമോ? വല്ല പറ്റിയ ഞാൻ വേണം കൊണ്ടുപോകാൻ വേണ്ടിട്ട് അടിച്ച് കരുത്തരും കേട്ടാ. പൊക്കാടുത്ത് ചേട്ടാ, നീ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അല്ലേ? കൊള്ളാല്ലേ നീ? ഇടിച്ചാ എവിടെ ഇടിച്ചാ? നിനക്ക് പറ. ഹോസ്പിറ്റലിൽ പോണോ? ഹോസ്പിറ്റലിൽ പോണോന്ന് ചേച്ചി? പേപ്പർ എടുക്കുന്നതിനാ? ഞാൻ 3 പെറ്റപ്പോ ഈ കെയറേറ്റർ എവിടെയായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അല്ല ചിറ്റപ്പ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്റെ റൂം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇരിക്കും. നമുക്ക് പുറത്തു പോയാലോ? ഞാൻ വരുന്നില്ല. അതെന്ത്? ഓ, എനിക്ക് കാര്യം മനസ്സിലായി. എന്ത്? ഇന്നലെ ചുറ്റുമ്പോ മീൻ പിടിക്കാൻ പോയതിനെ മീൻ പിടിക്കാൻ പോയതിനെ അച്ഛൻ വഴക്ക് പറഞ്ഞില്ല, അതല്ലേ കാര്യം? അതൊന്നും അല്ല കാര്യം. ചിറ്റപ്പ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ, അപ്പുറത്ത് സിന്ധു ആന്റിയുടെ പറമ്പിൽ നല്ല മാങ്ങയുണ്ട്. വാ. ശരിക്കും ശരിക്കും പഴുത്ത മാങ്ങ നമുക്ക് പറിക്കാം. പിന്നെ കള്ളത്തരം പറയൂ. വാ. അയ്യോ, അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് വഴി തെറ്റിക്കുന്നത് ഞാനാന്ന് എല്ലാവരുടെയും പരാതി. നീ സിന്ധുവിന്റെ വീട്ടിൽ മാങ്ങോട്ട് പറിക്കാൻ പറ്റാ?
അയ്യോ ചിറ്റപ്പൻ എന്ത് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ മക്കളോട് ചേട്ടൻ്റെ കാര്യമെങ്കിലും ഗുണ്ടായിരുന്നു. എനിക്ക് ആരെ പേടിയൊന്നും. ആ ബെസ്റ്റ് മക്കളൂട്ടി ചേട്ടൻ നല്ല പേടിത്തൊണ്ടെന്നാണ് ശിവമാവൻ പറയുന്നത്. ആ ആളി അങ്ങനെ പലതും പറയും. മക്കളോട് ചേട്ടനെ കത്തി കണ്ട് അറപ്പ് മാറാത്ത മനുഷ്യനാണ്. അത് കത്തിവെക്കുന്ന കടയിലായിരുന്നു അവർക്ക് ജോലി. അയ്യോ നല്ല തമാശ. അതൊന്നും അല്ല, ചോര കണ്ട് അറപ്പ് മാറാത്ത മനുഷ്യനാണ്. എന്ത് കൊതുക? അതുമല്ല, പച്ച ചോര കണ്ട് അറപ്പ് മാറാത്തവനാണ് മക്കളോട് ചേട്ടൻ. അല്ല ചോര ചുമന്നല്ലേ പച്ച കളർ അല്ലല്ലേ? ആ എല്ലാം മക്കാരല്ല ഇറങ്ങിപ്പോ ചുമ്മാ ടൈൽ ഓടിക്കാതെ. ഞാൻ വരുന്നില്ല, നേരെ കളിയൊക്കെ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. അല്ല നമുക്ക് മാങ്ങ പറിച്ചിട്ട് വരാം. മാങ്ങ പറിക്കാൻ ഞാൻ വരുന്നില്ല. എല്ലാരും ബാ. അച്ഛൻ അറിയാതെ ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കൂടെന്ന് അച്ഛൻ ചിറ്റപ്പനെ പറഞ്ഞു. അതുകൊണ്ടല്ലേ? അങ്ങനൊന്നും അല്ല, അതിന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. എനിക്ക് വേണേ റൂമിന്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷെ നിങ്ങളോട് ഞാൻ വരുന്നില്ല. ശരി വരുന്നില്ല. ഞങ്ങള് മാങ്ങ പറിച്ചിട്ട് ഇനി വരരുത് നമ്മളോട്. വരുന്നില്ല. നീ മാങ്ങ വാന്ന് പറഞ്ഞു വേട്ട.